ഒരു ഭാരവാഹിയല്ലേ, അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളല്ലേ. എങ്കിലും നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തെറ്റല്ലേ ആ സംഭവിച്ചത്? ഫയാസിനെ കാണാതെ പോയത്? ഞാൻ പറഞ്ഞു ശരിയാണ്, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഫയാസിനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ തെറ്റാണ്, എന്റെ സഹപ്രവർത്തകരുടെ തെറ്റാണ്, ഞങ്ങളത് ഏൽക്കുന്നു. പക്ഷെ ഒരു പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിലെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാൻ, എന്റെ മോൻ യൂത്ത് ലീഗ് ആയിരുന്നെങ്കിൽ അവനിങ്ങനെ പഴക്കുമായിരുന്നില്ല. നമ്മളുടെ നേതാക്കന്മാർ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലാണ്. സഹോദരന്മാരെ, ഒറ്റപ്പെടാതിരിക്കുക എന്നത് മുസ്ലിം സമുദായം സൂക്ഷിക്കേണ്ട ഒന്നാണ്. ജമാഅത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ഒറ്റപ്പെട്ടു പോവുക. മരിച്ചു പോയിട്ടും ഫയാസ് ഒറ്റപ്പെട്ടു പോയി, അതാണ് സങ്കടം. മരിച്ചു പോയിട്ടും ഫയാസിന്റെ മയ്യത്തിന്റെ മുകളിൽ നമുക്ക് ചില ബാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ പറയാറില്ലേ, ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഒരുപാട് ആളുകളുടെ പേരിൽ ബാധ്യതയുണ്ട്, മരിച്ചാൽ നിങ്ങൾക്ക് എന്റെ മേലാണ് ബാധ്യത. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ ബാധ്യത, മരിച്ചാലോ മറ്റുള്ളവർക്ക് നമ്മളുടെ മേൽ ബാധ്യത. ഫയാസിന് അങ്ങനെ ഒരു ഡിസർവിംഗ് ഉണ്ടായിരുന്നില്ലേ? ഫയാസിന്റെ മുകളിൽ നമുക്ക് മയ്യത്തിൽ ബാധ്യത ഉണ്ടായിരുന്നില്ലേ? ഫയാസിന്റെ മയ്യത്ത് നമ്മൾ പോയി കാണണമായിരുന്നില്ലേ? ഫയാസിന്റെ മയ്യത്ത് നമ്മൾ കുളിപ്പിക്കണമായിരുന്നില്ലേ? ഫയാസിന്റെ മയ്യത്ത് നമ്മൾ കഫൻ ചെയ്യണമായിരുന്നില്ലേ? ഫയാസിന്റെ മയ്യത്ത് 6 അടി മണ്ണിൽ നമ്മൾ കൊണ്ടുപോയി മൂടണമായിരുന്നില്ലേ? സാധിച്ചോ? മരിച്ചു പോയിട്ടും ഒറ്റപ്പെട്ടു പോവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫയാസിന് സംഭവിച്ചു പോയ ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തത്തെ സൂക്ഷിക്കുവാൻ മുസ്ലിം സഹോദരന്മാരെ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ കഴിയണം. ആ ബാധ്യത നിർവഹിക്കാൻ കഴിയണം. നിങ്ങൾ അറിയുമോ, NDF-കാരൻ കോഴിക്കോട് 7 സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നടത്തിയ അവരുടെ പോപ്പുലർ ഫ്രണ്ട് പിന്നീട് പരിണാമം വരുന്ന സമ്മേളനത്തിൽ കോഴിക്കോട്ടെ എന്റെ നേതാവ് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മറ്റു സ്റ്റേറ്റുകാരോട് നിങ്ങൾ കേരളത്തെ മാതൃകയാക്കുക. ആരാടോ ഈ മാതൃക ഉണ്ടാക്കിയത്? ആരാ ഈ മാതൃക ഉണ്ടാക്കിയത്? കേരളമാണോ മാതൃക? ആരാ മാതൃക ഉണ്ടാക്കിയത്? ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച ഈ തവരകളാണോ? നിങ്ങളാണോ ഈ മാതൃക ഉണ്ടാക്കിയത്? 990-ന്റെ ആ ദിവസങ്ങളിൽ പറന്നുവിട നിങ്ങൾ ഈ കണ്ട കേരളമുണ്ടല്ലോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ഈ കേരളം, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന അമ്പുരച്ചുംബികളായ പള്ളികളും മദ്രസകളുമുള്ള ഈ കേരളം, ഗൾഫുകാരൻ ഇന്നലല്ലടോ പണം തരാൻ തുടങ്ങിയത്. അതിനു മുമ്പോ കോടിമുട്ട ലേലം ചെയ്ത് വെക്കും, പിടിയരി എടുത്തു വെക്കും ഇല്ലേ? എന്നിട്ട് ഉറുമ്പ് കൂട് കെട്ടുന്ന പോലെ കേരളത്തിന്റെ തെരുവുകളിൽ ഈ പള്ളികളും മദ്രസകളും ഉണ്ടാക്കുമ്പോ എവിടെയായിരുന്നോ? ഒരു പള്ളിയുടെ കല്ലെടുത്തു വെക്കാൻ, ഒരു മദ്രസയുടെ ഓല എടുത്തു വെക്കാൻ കണ്ടില്ല? നിങ്ങളെ കണ്ടില്ല? ഈ കേരളത്തിന്റെ മാതൃക ആരുണ്ടാക്കിയതാണ്? ഇവിടുത്തെ പണ്ഡിതന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം ഇല്ലേ? അന്ന് നിങ്ങളില്ല. അവരുണ്ടാക്കിയ കേരള മാതൃകയെ നിങ്ങളിപ്പോ മാതൃക എന്ന് വിളിക്കണം. എന്നിട്ട് പറയാൻ ലീഗ് പഴഞ്ചനാണ് അല്ലേ? ഈ മാതൃക ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. ഈ മാതൃക ഉണ്ടാക്കിയത് ഇവിടുത്തെ മതസമൂഹമാണ്. ഒരു 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 കട്ടൻ ചായയുടെ ഇടപെടൽ പോലും നിങ്ങൾ നടത്തിയിട്ടില്ല. ഒരു അണക്ക ഉറുപ്പികയുടെ ഇടപെടൽ. അന്ന് നിങ്ങൾ സിമിയായിരുന്നു. അന്ന് ജോലി രാജിവെച്ച് പോയവരങ്ങള്. ഈ രാജ്യത്തിന് വേണ്ട ജോലി, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം വേണ്ട, ഈ രാജ്യത്തിലെ കുട്ടികളെ പഠിപ്പിക്കണ്ട, ഈ രാജ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കണം സിമിക്കാർ ഇല്ലേ? നിങ്ങൾ NDF-ന്റെ നേതാക്കന്മാർ, അവർക്ക് പങ്കുണ്ടോ ഈ കേരളത്തിൽ? ഇല്ല. അതുകൊണ്ട് ഈ മാതൃക കേരളം, ആ കേരളത്തിന്റെ പരിപാവനമായിട്ടുള്ള രാഷ്ട്രീയ ദൗത്യത്തെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കണം. അതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയുന്നത്. ആ മാതൃക പിന്തുടരണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് കഴിയണം സഹോദരന്മാർ. അതിന് കഴിയണമെങ്കിൽ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ മഹാരഥന്മാരായ നേതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ ഒരുമിച്ച് നിൽക്കുക. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹിയാണ്. എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഇവിടെ വന്നപ്പോ പറയണമെന്ന് തോന്നുന്നത് കൊണ്ട്. NDF എന്ന ആശയം കേരളക്കരയിൽ വന്നത് മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ആശയപരമായ സമരത്തിന് ഞങ്ങൾക്ക് ഇന്നും താല്പര്യമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ആയുധമെടുത്ത് കളിക്കണവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധത്തെ ഭയമില്ല, പേടിയില്ല. എത്രയോ പറയാറുണ്ട്, ജീവൻ തട്ടിക്കാളും ശരിയാക്കിക്കാളും പറയാറുണ്ട്. അതൊന്നും ഭയമില്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഈ പുത്തനത്താണ് ഈ വേദി കെട്ടി, ഇനിയൊരു വേദി കെട്ടാം. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹി എന്ന നിലക്ക് ജില്ലാ സെക്രട്ടറി ഗഫൂറൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങളെ പഞ്ചായത്തിൽ ആളുണ്ട്. ഇവിടെ യൂത്ത് ലീഗിന്റെ ചെലവിൽ ഇതിനേക്കാൾ വലിയൊരു വേദി കെട്ടാം. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ധൈര്യത്തോടെ പറയാം, കേരളത്തിലെ മുഴുവൻ മത നേതാക്കന്മാരെയും യുവ നേതാക്കന്മാരെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് നമുക്കൊന്ന് തർക്കിക്കാം. നിങ്ങൾ പറയുന്നതാ ദീനെങ്കിൽ, നിങ്ങൾ പറയുന്നതാ ഇസ്ലാമെങ്കിൽ, നിങ്ങൾ കാണിക്കുന്നതാണ് ശരിയായ മാർഗമെങ്കിൽ അന്ന് ഈ പച്ചക്കൊടി അഴിച്ചു വെച്ച് നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വരാം. ഒളിച്ചോടരുത്.